വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ മോർണിംഗ് ടാസ്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ ഹൻസിബ ആസ് യൂഷ്വൽ പോയി. എപ്പോഴും ഇനിയിപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ. ബിക്കോസ് അപ്സരനെ ഇഷ്ടപ്പെട്ടില്ല. സോ അപ്സര പറയണത് ഞാൻ കേൾക്കില്ല, അതുകൊണ്ട് പവർ ടീമായിട്ട് അപ്സര പറയണത് കേൾക്കില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഹൻസിബ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ശ്രീരേഖനോടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ ആരെ പോലെ ആവണ്ട, ആരുടെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ആവണ്ട എന്നുള്ളത്. അപ്പൊ കുറച്ചു പേരൊക്കെ അപ്സരയുടെ പേര് പറഞ്ഞു. ഗാബ്രി ഫോർ എ ട്വിസ്റ്റ് ജാസ്മിന്റെ പേര് പറഞ്ഞു. നമ്മുടെ നൂറ ജാൻമണിയുടെ പേര് പറഞ്ഞു. അപ്പൊ ജാൻമണി ഇങ്ങനെ ട്രിഗറായി. അതിനുശേഷം ഉള്ളി വരുമ്പോ ഇവർ രണ്ടുപേരും കൂടെ ആർഗ്യുമെന്റ് ആയി. ജാൻമണി നൂറനെ തല്ലാൻ പറ്റും. അപ്പോഴത്തേക്കും പിടിച്ചു. ഹൻസിബ നടുവി കയറി. അഭിഷേക് ബാക്കിൽ പിടിക്കുന്നുണ്ടായിരുന്നു. പിടിച്ചില്ലെങ്കിൽ ഒരു അടി കിട്ടേണ്ട ഒരു സാധ്യത ഇല്ലായിരുന്നു. ജാൻമണി പുറത്താവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ ബിഗ് ബോസ് അതിന് വാർണിംഗ് കൊടുത്തു. ബിക്കോസ് തല്ലിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നില്ല. ജാൻമണിക്ക് അവസാനം വാർണിംഗ് ആണെന്നൊന്നും വാർണിംഗ് കൊടുത്ത് അത് നിർത്തി. വാർണിംഗ് കൊടുക്കാൻ പാടില്ലായിരുന്നു, കുറച്ചും കൂടെ ഒരു ഇത് കയറ്റണമായിരുന്നു. ഓക്കെ ഫൈൻ. പിന്നെയാണ് നോമിനേഷൻസ്. സോ ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഒരു വ്യത്യസ്തമായ നോമിനേഷനാണ്. എല്ലാ ടീമിനും അവരവരെ അവരവരുടെ ടീം മെമ്പേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്യണം. നോമിനേഷൻ്റെ, അതായത് ക്യാപ്റ്റൻസി ഇതിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബാലറ്റ്, നമ്മുടെ വോട്ടിംഗ് പോലെ. ബിക്കോസ് വോട്ട് ഇലക്ഷൻ ടൈം ആണല്ലോ, അതുകൊണ്ടായിരുന്നു വോട്ടിംഗ് പോലെ വെച്ചത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ടീമിൽ ഓരോരാളെ പറഞ്ഞു. എല്ലാവർക്കും അറിയാം ജിൻറ്റോ വരുന്നത്. ബിക്കോസ് ജിൻറ്റോ ആണല്ലോ ഇപ്പോഴത്തെ പവർ ടീമിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഇപ്പോഴത്തെ പവർ ടീമുകാര് നോമിനേഷനിൽ ഇല്ല. അപ്പൊ അവർ ഓബ്വിയസ്ലി ജിൻറ്റോനായിരിക്കും വോട്ട് ചെയ്യുക. അപ്പോൾ ഇവര് നമ്മുടെ DJ സിബന്റെ ടീമും പറഞ്ഞു ജിൻറ്റോ ആണ് വരുന്നുണ്ടെങ്കിൽ ജിൻറ്റോ നോട്ട് ചെയ്യാം. പെട്ടെന്ന് ശ്രീരേഖ എണീറ്റ് നിന്നതും ശ്രീധുവിന് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ശ്രീധു വാസ് വൺ ഹു വാസ് സെലക്ടഡ് ടു സ്റ്റാൻഡ് ഇൻ ദിസ് നോമിനേഷൻ. അപ്പോ പിന്നെ ബിഗ് ബോസ് ചോദിച്ചു അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ നന്ദന, അഭിഷേക് കെ, ശ്രീധു എണീറ്റ് നിന്നു. അപ്പോൾ ഇവര് 3 പേര് ശ്രീരേഖ, ജിൻറ്റോ ആൻഡ് ദെൻ ഗബ്രി, ഇവരൊക്കെയാണ് ഇപ്പൊ നോമിനേഷൻ, അതായത് ലിസ്റ്റിൽ അവരവരെന്നെ സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് നമ്മൾ കണ്ടത് ജിൻറ്റോയിലാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല ആരാണ് എന്നുള്ളത്. ഇതിപ്പോ എഴുതി ഇപ്പൊ വെച്ചിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. അഭിഷേകിന്റെ ലൈഫ് സ്റ്റോറി പറയേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, അത് അഭിഷേകിന്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് നോർമലായിട്ട് ഹി റിവീൽഡ് ഹിസ് ഐഡന്റിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഴിഞ്ഞത്. ആറ്റംബർഗിന്റെ ടാസ്ക്, ലാലേട്ടന്റെ ഡയലോഗ്സും ലാലേട്ടന്റെ പാട്ടും എല്ലാം വെച്ച് ആറ്റംബർഗ് ഫാനിന്റെ ഒരു ടാസ്ക്, ഒരു സ്കിറ്റ് പോലെ ചെയ്യണം. ഒരു പാട്ടൊക്കെ പാടണം. 8 മെമ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ജഡ്ജസ് 2 പേരായിരിക്കും എന്ന് പറഞ്ഞു. അതിൽ ഒരു ടീമിനെ റസ്മിൻ ബായും ജാസ്മിനും കൂടി സെലക്ട് ചെയ്തു. റസ്മിൻ ബായ് എന്ന് പറയുമ്പോൾ റസ്മിൻ ബായ് തിരിച്ചെത്തി. ആഫ്റ്റർ റിക്കവറായി തിരിച്ചെത്തി. ഇറ്റ്സ് നൈസ് ടു സീ ഹർ ബാക്ക്. കുറച്ച് വയ്യ, എന്നാലും കുഴപ്പമില്ല. ഷീ കെയിം ബാക്ക്. വിൽ സീ ഹൗ ഷീ പ്ലേസ്. പുറത്ത് പോയിട്ട് വയ്യാണ്ടൊക്കെ വന്നല്ലേ, നോക്കാം. പിന്നെയാണ് നൈറ്റ് പറയുന്നുണ്ടായിരുന്നു അർജുനും ശ്രീധുവിനും. അർജുന് ഹാർട്ട് ബ്രേക്കായി, ഡിപ്രഷനിലാണ്, വയ്യാണ്ടിരിക്കാൻ. ബിക്കോസ് ഭയങ്കര സാഡായിരിക്കും, ശ്രീധു മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവര് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ മൊത്തം എല്ലാവരും അപ്സരയ്ക്ക് അഗെയിൻസ്റ്റ് തിരിയുന്നുണ്ട്. ബിക്കോസ് ഷീ പ്ലേസ് വെൽ, ഐ ഗെസ്. നോക്കാം, ഇന്ന് ലാലേട്ടൻ വരും. അപ്പൊ ഇന്നത്തോടെ ഇന്നും കൂടെ ഉള്ളതുണ്ട്. പിന്നെ ഇന്ന് ലാലേട്ടൻ വരുമല്ലോ, അപ്പൊ ഇന്നത്തെയും കൂടെ നമ്മൾ കാണാനുണ്ട്. So let's see how it goes. Keep watching Big Boss Malayalam season 6 in Disney+ Hotstar.